പ്രിയമുള്ളവരെ, വലിയ വിഷമത്തോടു കൂടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ നാട്ടിൽ നന്ദിയില്ലാത്ത ജനതയെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും നന്ദിയില്ലാത്ത ഒരു വർഗത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. അത് ഈ മുള്ളംകൊല്ലി എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്. അവർ ഇന്ന് ആ ഡയറക്ടറുടെ പേജിൽ 40-50 പേര് ഇത് കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും മനോരമയിലും മാതൃഭൂമി ഏഷ്യാനെറ്റ് എന്നുള്ള ചാനലുകളിൽ ഇതൊരു വലിയ വാർത്തയായി വന്നിട്ടുണ്ട്. എന്നെ ഒരു സിനിമയിലേക്ക് വിളിച്ച് പറ്റിച്ചുകൊണ്ട് അഭിനയിപ്പിച്ചതും പോരാഞ്ഞിട്ട് ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തതിന് ശേഷം ശുദ്ധ കള്ളത്തരങ്ങളും നെറികേടുകളും എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. അതിലാദ്യം ഞാൻ ഡയറക്ടർ ആദ്യം ഇത് പറയുന്നതിന് മുന്നേ ഈ ഡയറക്ടർ ഈ പടത്തിന്റെ തലേ ദിവസം എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ക്ഷമിക്കല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്നെ ഇൻഡസ്ട്രിയിൽ സത്യം പറഞ്ഞാൽ 2-3 പ്രൊഡ്യൂസർമാരെ വിളിച്ചിട്ട് എന്താ പറഞ്ഞറിയാവോ, അഖിലെ ഇതുപോലെ ഒരു പ്രൊമോഷൻ ഒരു പടത്തിന് കിട്ടിയിട്ട് എന്നോടും പറഞ്ഞു മനസ്സിലാക്കാതെ നിൽക്കുന്ന ആൾക്കാർ. എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, അഖിലിനെ വെച്ച് ഞങ്ങളൊരു പടം ചെയ്യാൻ എന്താന്നുള്ള നിരാശയിലാണ് ഇവിടെ ഇൻഡസ്ട്രി ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇത്രയും പബ്ലിസിറ്റി കിട്ടുമെന്ന് ഞാനത് എന്റെ ലക്കാന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അഖിലേ, അല്ല എന്റെ ലക്കാന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. സത്യമാണ് ബാബേട്ട. പക്ഷെ നമുക്ക് പുതിയൊരു പ്രൊജക്ട് ഞാൻ പിന്നെ അർജുൻ അശോകന്റെ കേസായിട്ട് വന്നപ്പം അവരെന്നോട് വെച്ചൊരു ഓപ്ഷൻ, എന്തുകൊണ്ട് അഖിൽമാരെ വെച്ച് നിങ്ങൾക്ക് ചെയ്തത്? നിങ്ങൾക്ക് 1 കോടിയുടെ പ്രൊമോഷനാണ് അഖില് തന്നെയെന്നുള്ളത് എന്റെ കണ്ണ് തറച്ചു സത്യം. ഞാൻ പിന്നെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു സംസാരം. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വലിയ ലക്കാണ് 1 കോടി രൂപയുടെ പ്രൊമോഷനാണ് നൽകിയതെന്ന് അദ്ദേഹത്തോട് ഇൻഡസ്ട്രിയിലുള്ള മറ്റാരോ പറഞ്ഞു എന്ന് പറഞ്ഞത് ഈ ഡയറക്ടർ ബാബു ജോൺ ആണെന്ന് ആലോചിക്കണം. സിനിമ ഇറങ്ങുന്നതിന്റെ 2 ദിവസം മുൻപ് തിയേറ്ററുകളിൽ എന്തുകൊണ്ട് ഈ പടം ലിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. കാരണം ഇത്രയും നമ്മൾ വലിയൊരു പ്രൊമോഷൻ കൊടുത്തതിന് ശേഷം തിയേറ്ററുകളിലെ ലിസ്റ്റുകൾ കിട്ടിയിട്ടില്ല. ഏത് തിയേറ്ററിലാണ് ഈ പടം ഇറങ്ങുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ കേട്ടത്. എന്നിട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ട് അഭിപ്രായ വ്യത്യാസം നടത്തിയതിനകത്ത് എനിക്ക് രാഷ്ട്രീയ വിരോധമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ ഞാൻ രാജ്യദ്രോഹ പരാമർശം നടത്തിയതിന്റെ പേരിൽ എന്നോട് അദ്ദേഹം വിരോധമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ രാഷ്ട്രീയ വിരോധമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്നത് കൊണ്ട് എന്നോട് ആൾക്കാർക്ക് വിരോധമുണ്ടാകും. അതാണ് ഈ സിനിമയ്ക്ക് റിഫ്ലക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സിനിമ ഒരു 3000-4000 പേരാണ് ആകെ കണ്ടേക്കുന്നത്. ഈ കണ്ടേക്കുന്ന ആൾക്കാർ ആരും തന്നെ എന്റെ പ്രകടനത്തെക്കുറിച്ചോ എന്റെ അതിലെ പെർഫോമൻസിനെ കുറിച്ചോ മോശമായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇവർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാർ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞ് വിശ്വസിച്ചു. ഇതിന്റെ ഡയറക്ടർ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു കാരണവശാൽ ഈ പ്രോജക്റ്റിലേക്ക് വരാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞൊഴിഞ്ഞപ്പോൾ, ഞാൻ ഈ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കാരണവശാൽ ഞാൻ ഈ സിനിമ ചെയ്യണമെങ്കിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എനിക്കൊരു കാര്യം നിങ്ങൾ ചെയ്തു തരണം. വയനാട്ടിൽ ഒരു പ്രൊമോഷൻ, അതായത് നിങ്ങൾ എന്റെ ശമ്പളം കുറച്ച് ഒരു ഇനാഗുറേഷന് മേടിക്കുന്ന തുക എത്ര എന്നുള്ള കാര്യം ഞാൻ ആ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 5